കുറവും വരുത്താതെ നമ്മൾ നിലനിർത്തുകയും തുടരുകയും വേണം. കാരണം നമുക്ക് വിജയമുണ്ടാക്കാൻ കഴിയും. ഏത് ഗവൺമെന്റിന്റെയും ധിക്കാരപരമായ നിലപാടുകൾ അന്ത്യം കുറിച്ചുകൊണ്ട് അവരുടെ നയങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാവണം. പെൻഷനേഴ്സിൻ്റെതാണ് പ്രശ്നം എന്നുള്ളതുകൊണ്ട് ദീർഘകാലം അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാവുന്നവരല്ല നമ്മൾ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല. അല്ല, ഞാൻ പറയുന്നത് ആയുർദൈർഘ്യത്തിന്റെ പൊതുവായ സാധ്യത ഇപ്പൊ 90-നപ്പുറത്തേക്ക് ആളുകളുടെ പോക്കുവരവുള്ളൂ, അതെനിക്കറിയാം. പക്ഷേ പെൻഷൻ സങ്കല്പം രൂപപ്പെടുമ്പോൾ ഉള്ളതിനേക്കാളും പെൻഷൻ എന്ന ആശയത്തിന്റെ പ്രാധാന്യം ഇപ്പൊ ലോകത്ത് വർദ്ധിച്ചിരിക്കുകയാണ്. ആദ്യകാലത്ത് സർവീസ് ചെയ്ത് പിരിഞ്ഞ ചുരുങ്ങിയ കാലമൊക്കെ ആളിൽ ജീവിച്ചിരിക്കുന്നത് അത്ര ആയുർദൈർഘ്യമുള്ളൂ. ഇപ്പൊ അതല്ല. ഇപ്പൊ എത്ര സർവീസ് ഉണ്ടായോ അത്ര തന്നെ പിന്നെ സർവീസ് കിട്ടും. ലൈഫ് സർവീസ്, നോട്ട് എംപ്ലോയ്മെന്റ് സർവീസ്, ഇത് കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ പെൻഷന്റെ ആശയത്തിന്റെ ആദിമ രൂപീകരണ ഘട്ടത്തെക്കാളും അതിന്റെ പ്രാധാന്യം, പ്രസക്തി ഇപ്പൊ കൂടുതലാണ്.